എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയെന്ന് കൊച്ചു പറഞ്ഞു, അമ്മേ നമ്മളെ വിളിച്ചു, അമ്മ അറിഞ്ഞില്ല, ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും പപ്പ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയെന്ന്. ഞാൻ അന്നേരം തന്നെ മുട്ടുകുത്തി രാത്രി 12:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, എൻ്റെ ദൈവമേ ചേട്ടൻ്റെ വയറാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ കുരിശ് വരച്ച് നമ്മുടെ ഉടമ്പടി തൈലമെടുത്ത് ഞാൻ എൻ്റെ നെറ്റിയിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് പിന്നെ ഇല്ലേ ചേട്ടൻ വീട്ടിൽ വന്ന് പിന്നെ പിറ്റേ ദിവസം അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞതാണ്. പിന്നെ അഡ്മിറ്റ് ആകേണ്ടി വന്നില്ല, അമ്മ അതിന് സൗഖ്യം കൊടുത്തു. അതുപോലെ തന്നെ ഈ മാസം ഞങ്ങൾ ഒരു ടൂറ് പോയപ്പം സൂവിൽ വെച്ച് തിരുവനന്തപുരത്ത് സൂവിൽ വെച്ച് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടെന്ന് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ മറന്നുപോയി. കുറേ അരമണിക്കൂർ ഞാനിങ്ങനെ നടന്ന് ദൂരെ വണ്ടിയെ കയറി കഴിയുമ്പോഴും വണ്ടി കയറാൻ എത്തിക്കഴിയുമ്പം അമ്മ എന്നോട് പറയാം, നിൻ്റെ ഫോൺ എന്തിയേ, നിൻ്റെ ഫോൺ നിൻ്റെ കയ്യിലില്ല, നീ ബാഗ് നോക്ക്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോൺ കാണുന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയെന്നും പറഞ്ഞ് ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സൂവിൻ്റെ സൈഡ് ഞാൻ ചെല്ലുമ്പോൾ ഒരാൾ എൻ്റെ ഫോൺ എടുത്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കുക. അമ്മ അതെനിക്ക് തിരിച്ചു തന്നാന്ന് എനിക്ക്